കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമ സംഭവങ്ങൾക്കുമെതിരെ പ്രവാസികളും അണിചേരണമെന്ന് ഉറപ്പുവരുത്തി ഒമാനിലെ ചെറിയ പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ നമസ്കാരത്തിൽ മതപുരോഹിതരാണ് ലഹരിക്കെതിരായ സന്ദേശം നൽകിയത്. ലക്ഷക്കണക്കിന് പ്രവാസികൾ വിവിധയിടങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു. വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചിരുന്നു. മബേല BP മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷാക്കീർ ഫൈസി തലപ്പുഴ നേതൃത്വം നൽകി. വ്രതകാലത്തെ സൗഹൃദം വിശ്വാസികൾ എന്നും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കും അക്രമ സംഭവങ്ങൾക്കുമെതിരെ പ്രവാസികളും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇന്നിന്റെ ലോകം ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി എന്നത് നിസ്കാരവും നോമ്പും സക്കാത്തും സൽക്കർമ്മങ്ങളുമാക്കി മാറ്റുന്നവരായിരിക്കണം മുഅ്മിൻ. അങ്ങനെ മാറ്റാൻ നമുക്ക് തൗഫീഖ് ലഭിക്കണം. അതിനുള്ള മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മബേല അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൽ കരീം തിരൂർ നേതൃത്വം നൽകി. മസീറ ദ്വീപിലെ ഈദ്ഗാഹിൽ മലയാളികൾ ഉൾപ്പെടെ വിവിധ ഹനീഫ് ഫാറൂഖി പുത്തൂർ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ റൂവി കരാമ പരിസരത്ത് നടന്ന ഈദ്ഗാഹിന് അലി ഷാക്കിർ മുണ്ടേരിയും നേതൃത്വം നൽകി. ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായ ദിവസമാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഈദാശംസകൾ നേരുകയാണ്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഈദുൽ ഫിത്തർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിൽ സംഘടിപ്പിച്ച വിവിധ ഈദ്ഗാഹുകളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പെരുന്നാൾ നമസ്കാരാനന്തരം മധുര വിതരണവും പായസ വിതരണവുമെല്ലാം നടത്തിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്. മാലോകരൊക്കെയും തക്ബീർ ധ്വനി ചൊല്ലുന്നു, തമ്മിലെല്ലാരും സ്നേഹം ചൊരിയുമ്പോൾ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യവുമായി ഒമാനിലെ പ്രവാസികൾ ഉൾപ്പെടുന്ന സമൂഹവും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മസ്കറ്റിൽ നിന്നും ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്.